ക്രിസ്ത്യ ജീവിതം വളരെ ധന്യമാണെങ്കിലും അതിനകത്ത് പിശാച് ഒരുപാട് ചതിക്കുഴികൾ ഒരുക്കിയിരിക്കുന്നു. ഈ ചതിക്കുഴികളിൽ വിശ്വാസികളിൽ ആരും അകപ്പെട്ടു പോകാതിരിപ്പാൻ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വചനമാണ് ഇന്നത്തെ വചനം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വചനം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. എന്തിനാണ് കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടത്? ഈ കള്ളപ്രവാചകന്മാരെ അയച്ചത് ആരാണ്? എന്താണ് അവർ വന്നിട്ട് ചെയ്യുന്നത്? ഇവരെ തിരിച്ചറിയുവാൻ ദൈവമക്കൾ പ്രാപ്തരായിരിക്കണം. ഇന്നത്തെ ചിന്ത അതാണ്. വിശ്വാസികൾ വിവേചിക്കുവാൻ പ്രാപ്തരാവുക. കാരണം കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇത് ആഴത്തിലുള്ള ഒരു ആത്മീക ജാഗ്രതയിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. കള്ളപ്രവാചകന്മാർ എന്നത് ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നവരാണ്. എന്നാൽ അവരുടെ സന്ദേശം സത്യത്തിൽ നിന്നല്ല. അവർ പുറമേ ഭക്തിയുടെ വേഷം ധരിക്കും, ഉള്ളിൽ വഞ്ചനയും സ്വാർത്ഥതയും നിറഞ്ഞവരായിരിക്കും. യേശുവും ഇവരെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അവർ ആടുകളുടെ വേഷത്തിൽ വരുന്നു, എന്നാൽ അവരുടെ ഉള്ളിൽ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഈ കള്ളപ്രവാചകന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് അത് സത്യത്തിൻ്റെ ആത്മാവല്ല, വ്യാജത്തിൻ്റെയും ഭോഷ്കിൻ്റെയും വഞ്ചനയുടെയും ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരാത്മാവാണ് ഈ കള്ളപ്രവാചകന്മാരുടെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് ഈ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവ് എന്നാണ്. അതായത് മനുഷ്യരെ സത്യത്തിൽ നിന്ന് തെറ്റിച്ചു വിടുക, ദൈവത്തിൽ നിന്ന് അകറ്റുക. ഈ ദുഷ്ടാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സത്യത്തെ എപ്പോഴും അവർ തള്ളിക്കളയും. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, രക്ഷയ്ക്കുള്ള ഏകമാർഗം യേശുവാണെന്നുള്ള സത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവഗണിക്കും. പാപത്തെ ന്യായീകരിക്കുന്നവരായിരിക്കും കള്ളപ്രവാചകന്മാർ. ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാണ്. അതുകൊണ്ട് ദൈവം എപ്പോഴും കൃപ ചെയ്തുകൊണ്ടിരിക്കും. പാപജീവിതത്തെ സാധൂകരിക്കുന്ന സന്ദേശങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാവും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ഇവരെ തന്നെ ഉയർത്തുവാനായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത്. ദൈവവചനത്തോട് പൊരുത്തപ്പെടാത്ത കെട്ടുകഥകളും ആശയങ്ങളും ഒക്കെ അവതരിപ്പിക്കുവാനാണ് കള്ളപ്രവാചകന്മാർ പലപ്പോഴും ശ്രമിക്കുന്നത്. വിശ്വാസികളായിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം നമ്മളിവിടെ പറയുന്നു. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ഉപദേശിക്കുന്ന ഉപദേശം യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളോട് ഒത്തുപോകുന്നുണ്ടോ? ഇത് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഈ വ്യക്തിയുടെ ശുശ്രൂഷ കേട്ടുകഴിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉത്സാഹം ഉളവാക്കുന്നുണ്ടോ? ഇത് നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ, അതായത് ഈ ലോകത്തെ സ്നേഹിക്കാതെ ജീവിക്കുവാനുള്ള ചിന്തകൾ ഉണ്ടോ എന്നൊക്കെയാണ് നാം ശോധന ചെയ്യേണ്ടത്. ഇന്ന് പല പ്രവാചകന്മാരും ലോകത്തോട് അടുപ്പിക്കുന്ന, ലോകമോഹികളാക്കുന്ന സന്ദേശങ്ങളാണ് നൽകുന്നത്. അത് ജനത്തിനിഷ്ടമാണ്. അത് വിദേശയാത്രകളാകാം, അത് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിക്കുന്ന സന്ദേശങ്ങളാകാം, അത് ഭൗതികമായ ഉയർച്ചകളാകാം. അങ്ങനെ ലോകത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന, കൂടുതൽ പണം സമ്പാദിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന
ദ്രവ്യാഗ്രഹത്തെ വളമിട്ട് വളർത്തുന്ന അനേക സന്ദേശങ്ങൾ ഈ കള്ളപ്രവാചകന്മാരുടെ ഭാഗത്തുണ്ടായിരിക്കും. അതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല എന്ന് തിരിച്ചറിയണം. എല്ലാ അനുഭവങ്ങളും ദൈവികവുമല്ല. അതുകൊണ്ട് ആരെയും അന്ധമായി വിശ്വസിക്കാതെ വിവേചനത്തോടെ കേൾക്കുന്ന വചനങ്ങളെല്ലാം വിവേചിച്ച് അത് പരിശോധിക്കണം. സത്യം തിരിച്ചറിയുന്നവർ മാത്രമാണ് വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനോടൊപ്പം നടക്കുന്നവർ മാത്രമാണ് സത്യത്തിൽ നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനോടൊപ്പം നടക്കുക. സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കണം. നാം വഴിതെറ്റിപ്പോകരുത്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ടാണ് പലരും തെറ്റിപ്പോകുന്നത്. നിത്യതയിൽ നിന്ന് നമ്മെ വഴിതെറ്റിച്ച് കളയുവാൻ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടു. യേശു പഠിപ്പിച്ചത് അവർ വിസ്മരിക്കുന്നു. ക്ഷമിക്കുന്നതിനെക്കുറിച്ചും സ്നേഹിക്കുന്നതിനെക്കുറിച്ചും കരുണ കാണിക്കുന്നതിനെക്കുറിച്ചും മനസ്സറിയുന്നതിനെക്കുറിച്ചുമൊക്കെ പറയാതെ ഭൗതിക ലോകത്തോട് മനുഷ്യൻ്റെ മനസ്സിനെ വീണ്ടും വീണ്ടും ബന്ധിച്ചിടുന്ന സന്ദേശങ്ങൾ നാം തീർച്ചയായിട്ടും ജാഗ്രത കാണിക്കണം. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്ന എല്ലാവർക്കും വിവേചിപ്പാനുള്ള കൃപ കൊടുക്കണം. ഏത് ആത്മാവിൽ ആണ് ശുശ്രൂഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. ജീവൻ പോയിടുന്നു ആശ്രയമാ